സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാരുടെ നിരാഹാര സമരം തുടരുന്നു. ലഭിക്കേണ്ട ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ പ്രതിഷേധം തുടരുമെന്നും ആശമാർ അറിയിച്ചു. സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയം അവസാനിപ്പിക്കണമെന്നാണ് ആശമാർ ആവശ്യപ്പെടുന്നത്. അതേസമയം ഡൽഹി യാത്രയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് മടങ്ങിയെത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 40 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ മുഖം തിരിക്കുന്നുവെന്നാണ് ആക്ഷേപം. സർക്കാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ആരംഭിച്ച ആശമാരുടെ നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ ക്ഷീണമൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും ക്ഷീണം തോന്നൂല. ആശാവർക്കറല്ലേ, മഴയും വെയിലും ഒക്കെ ഒരുപാട് കൊണ്ടിട്ടുള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും ക്ഷീണിക്കൂല. പക്ഷേ ഭരണാധികാരികൾ ആലോചിക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയുള്ള മുൻകൈ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് ആശമാരുടെ നിലപാട്. ആശമാർക്കൊപ്പം നിൽക്കുന്നു എന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയം അവസാനിപ്പിക്കണമെന്നാണ് ആശമാർ ആവശ്യപ്പെടുന്നത്. 24/7 എന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ മേലധികാരികളോട് സംസാരിച്ച് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇത് സർക്കുലറിലുള്ളതാണ്. ഇത് NHOയുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ അങ്ങനെ പോകണ്ട, ഡെയിലി പോകണ്ട. ഇതെന്തോന്ന് ഈ മാർച്ച് ലാസ്റ്റ് ആകുമ്പോൾ തന്നെ ഏപ്രിൽ മാസത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ അക്കമിട്ട് ഓരോ ദിവസവും ചെയ്യേണ്ട പ്രവർത്തികൾ എഴുതി വെച്ചിട്ടാണ് ആക്ഷൻ പ്ലാൻ JPHന് കൊടുത്ത് ഒപ്പ് മേടിച്ച് വയ്ക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഡെയിലി പോകേണ്ടത് എങ്ങനെയാണ് അവർ പറയുന്നത്? എന്തോ ഇത് ഇപ്പോൾ ഇരട്ടത്തപ്പല്ലേ? ഞങ്ങൾ ഈ പാവപ്പെട്ട ഞങ്ങളെ പറ്റിച്ചാണ് ഈ ചർച്ചയ്ക്ക് വിളിച്ചത്. പറഞ്ഞ് പറ്റിച്ചു, ചതിച്ചു. ഈ പാവപ്പെട്ട ആശാമാരെ ചതിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇന്നലെ രാവിലെ ആശാ വർക്കറിന് വേണ്ടി ഡൽഹി പോകുന്നെന്ന്. വെറുതെ അവരുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയാണ് അവർ പോയത്. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ആശാമാർ അവിടെ ചെന്ന ആശാമാരുടെ ഒരു വാക്ക് പോലും അവിടെ ഉരുവിട്ടിട്ടില്ല. അവിടെ കേന്ദ്രത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണാനുള്ള ഒരു സാഹചര്യം അവർ കൊടുത്തിട്ടില്ല. അതേസമയം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാനാകാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരിച്ചെത്തി. കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിന്റ്മെന്റ് തേടിയത് എന്നാണെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ല. ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമങ്ങളെ പഴിച്ച വീണ ജോർജ് ആരോഗ്യമന്ത്രിയെ ക്രൂശിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്നും ഊഹാപോഹങ്ങൾക്ക് മറുപടിയില്ലെന്നും പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ അനുവാദം എടുത്തതാണോ തെറ്റ്? അദ്ദേഹം പാർലമെന്റിന്റെ തിരക്കായതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്നറിയില്ല. അദ്ദേഹം അപ്പോയിന്റ്മെന്റ് തരുമ്പോൾ കാണും, അല്ലെങ്കിൽ ഞാൻ റെപ്രസെന്റേഷൻ കൊടുക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് ചില മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് നിങ്ങൾ ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ? ഞാൻ സത്യമാണ് പറഞ്ഞത് അല്ലെന്ന് നിങ്ങൾ തെളിയിക്കുക. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമരം ശക്തമാക്കിയ ആശമാർക്ക് ശക്തമായ പിന്തുണയാണ് പ്രതിപക്ഷം നൽകുന്നത്. എന്നാൽ കേന്ദ്രത്തിന്റെ മേലിൽ പഴിചാരുന്നത് ആവർത്തിക്കുകയാണ് സർക്കാർ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.